എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ടെൻടെയിലിനെ കാണാനുണ്ടാവില്ല. ഷിനോബികളെല്ലാവരും വണ്ടടിച്ച് ചുറ്റും നോക്കും. ടെൻടെയിലിന്റെ പൊട്ടി പോലുമില്ല. സാക്കുറ അവള് ഹിനട്ടയോട് പറയും, ഹിനട്ട എത്രയും പെട്ടെന്ന് നിന്റെ വ്യാഹു കണ്ണ് അതുപയോഗിച്ച് ആ ടെൻടെയിൽ എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്ക്. അതിന് ഹിനട്ട അവളവളുടെ വ്യാഹു കണ്ണ് വെച്ച് അവിടെ മുഴുവൻ ചെക്ക് ചെയ്യും. അപ്പൊ അവള് കാണും ആ ടെൻടെയില് അതിപ്പോ ചെറുതായി ചെറുതായി ആ ഒബീറ്റോയുടെ ശരീരത്തിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹിനട്ട ടെൻഷനായിട്ട് പറയും, ആ ടെൻടെയില് അത് ഒബീറ്റോയുടെ ബോഡിയിലേക്ക് തനിയെ അബ്സോർബായി പോയി. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സാക്ഷാൽ ഒബീറ്റോയെ കാണിക്കും. അവനിപ്പോ കംപ്ലീറ്റ് വൈറ്റായി ടെൻടെയിലിന്റെ പുതിയ ഫോമില് അങ്ങനെ നിൽക്കും. നറൂട്ടോ പറയും, ആ ടെൻടെയില് അതിപ്പോ ഒബീറ്റോയുടെ ബോഡിയിലാണ്. ടെൻടെയിലിന്റെ ബോഡിയിൽ ഓൾറെഡി ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ട്. ആ മോൺസ്റ്റേഴ്സ് എല്ലാം കമ്പൈൻ ആയിട്ടാണ് ടെൻടെയിൽ ക്രിയേറ്റ് ആയത്. ഇപ്പൊ ടെൻടെയിലിനെ ഒബീട്ടോ അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് ഒബീട്ടോ ടെൻടെയിൽ മോഡിലേക്ക് പോയി കഴിഞ്ഞു. കില്ലർ ബീക്ക് ആണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. അവൻ എയ്റ്റ് ടൈലിനോട് ചോദിക്കും, ആക്ച്വലി ഇതാണോ യഥാർത്ഥ ട്രാൻസ്ഫർമേഷൻ? അതിനത് പറയും, അതെ, പക്ഷെ എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ഹാസ്രാമ ആൾ ഉഷാറായിട്ട് ചാടി വീണ് ഒബീട്ടോയുടെ ടെൻടെയിൽ ട്രാൻസ്ഫർമേഷനെ ലോക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. പക്ഷെ ഒബീട്ടോ ആണെങ്കിൽ ആശ്രാമ ക്രിയേറ്റ് ചെയ്ത ഗേറ്റ്സ് അതൊക്കെ തന്നെ തകർത്ത് അവന്റെ ഷോൾഡറിൽ ഫയറായിട്ട് അങ്ങനെ നിൽക്കും. മാത്രമല്ല അവന്റെ പിന്നിലെരിയുന്ന ആ ഒരു ഫയർ, അതിനുള്ളിൽ നിന്ന് ചക്ര പവർ പുറത്തേക്ക് വന്ന് ആശ്രാമ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോർമേഷൻ ജിപ്സു അതങ്ങനെ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ തുടങ്ങും. മാത്രമല്ല മാതരയുടെ ചുറ്റും ഉണ്ടായിരുന്ന ക്ലൗൺസ് അതും ഇപ്പൊ ഒന്നൊന്നായിട്ട് ഇല്ലാതാവാൻ തുടങ്ങും. ഒബീട്ടോയുടെ ട്രാൻസ്ഫർമേഷൻ അതാർക്കും വിശ്വസിക്കാനായിട്ടാവില്ല. കാരണം ഓരോ സെക്കൻഡ് കഴിയുന്തോറും അതിന്റെ പവറും പുതിയ പുതിയ അതിന്റെ അറ്റാക്ക് സ്റ്റേജസും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കില്ലർ ബി ആണെങ്കിൽ പേടിച്ച് നിലവിളിച്ച് പറയും, എല്ലാവരും കെയർഫുൾ ആയിരിക്കണം. 10th ടൈല് അതിപ്പോഴാണ് കൂടുതൽ പവർഫുൾ ആയത്. അത് കേട്ട് ഹാസ്രാമ ആള് വാണിംഗ് കൊടുക്കും, ആരും ഒരു കാരണവശാലും നിങ്ങളുടെ ഗാർഡ് ഡൗൺ ചെയ്യരുത്. എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. സോ നമ്മൾ എന്തിനും പ്രിപ്പയർഡ് ആയിരിക്കണം. ഒബീട്ടോ ആണെങ്കിൽ ഇപ്പൊ ചാടിത്തുള്ളി ആ ഗാമത്തവളയുടെ അടുത്തേക്ക് വരും. മിനട്ടോ വിളിച്ചു പറയും, ഒബീട്ടോ ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന കേൾക്ക്. നിന്റെ ഫോർമേഷൻ അത് ചേഞ്ച് ആവുകയാണ്. ദയവ് ചെയ്ത് നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യണം. ഇവിടെ ടോബുരാമ അവൻ ഹാസുറാമയോട് പറയും, ചേട്ടന്റെ പവറിനെ കഴിഞ്ഞും 10 മടങ്ങ് പവർ അവനിപ്പോ ആയിക്കഴിഞ്ഞു. സോ ഡയറക്റ്റ് അറ്റാക്ക് അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. മാതൃയാണെങ്കിൽ ഇപ്പൊ ടോബിറാമയെ കണ്ട് സന്തോഷിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടോബിറാമ അവൻ കറുത്തൊരു വലിയ ബോംബ് പോലെ എന്തോന്ന് ക്രിയേറ്റ് ചെയ്യും. മാതൃ പറയും, ഒബീട്ടോയ്ക്ക് സേജ് ഓഫ് സിക്സ് പാത്തിന്റെ പവർ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ കറക്റ്റ് സമയം നോക്കി എന്റെ ഡ്രം കാർഡ് ഉപയോഗിക്കണം. ഒബീട്ടോ ആണെങ്കിൽ അങ്ങനെ ചാടി വന്ന് ഫസ്റ്റ് ഹൊക്കാഗെ വെട്ടിയെറിയും. അത് കണ്ട് ടോബുരാമ അവൻ നിലവിളിച്ചു പറയും, തേർഡ് ഹൊക്കാഗ, ഫോർത്ത് ഹൊക്കാഗ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്. അപ്പോഴായിരിക്കും ഒബീട്ടോ അവനവന്റെ ബോഡി ശ്രദ്ധിക്കുക. സെക്കൻഡ് ഹൊക്കാഗ അവന്റെ ബോഡിയിൽ ഇപ്പൊ ഓൾറെഡി കുറച്ച് പേപ്പർ ബോംബുകളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് ആ ബോംബ് അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. മിനട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. മിനട്ടോ ആണെങ്കിൽ ആ ഗാമത്തവളയായി അവിടുന്ന് ദൂരേക്ക് പോവും. ടോബുരാമ അവനിപ്പോ ഒബീട്ടോയുടെ അടുത്തേക്ക് വരും. ടോബുരാമ പറയും, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ജിപ്സു ആണ്, ഇത് തടയാനും എനിക്കറിയാന്ന് പറഞ്ഞ് അവന്റെ ടാഗ് അറ്റാക്ക് അതവൻ എനേബിൾ ചെയ്ത് ഇപ്പൊ ഒബീട്ടോ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഒരുപാട് പേപ്പറുകള് ഇപ്പൊ പറന്നു വരും. ടോബുരാമ പറയും, ഓരോ പേപ്പറുകളും വീണ്ടും ഒരുപാട് പേപ്പറുകളെ ക്രിയേറ്റ് ചെയ്ത് വലിയൊരു എക്സ്പ്ലോഷർ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇതിനെ നിയന്ത്രിക്കാനോ രക്ഷപ്പെട്ടു പോവാനോ നിന്നെ കൊണ്ടാവില്ല. വലിയ ശബ്ദത്തോടു കൂടെ അവിടെ പൊട്ടിത്തെറികള് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉടനെ ഷിനോബികള് അവര് പരസ്പരം പറയും, ഒക്കാകമാരാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത്. സോ നമ്മളും നമ്മളെ കൊണ്ട് കഴിയും വിധം ഈ ഫൈറ്റിൽ സഹായിക്കണമെന്ന് പറഞ്ഞ് അവരും ഇപ്പൊ മുൻപോട്ട് അടുക്കും. ഒബീട്ടോയെ ലക്ഷ്യമാക്കി പതിയെ പതിയെ അങ്ങനെ നടക്കാനായിട്ട് ആരംഭിക്കും. അത് കണ്ട് ഹാസറാമ ആള് നിലവിളിച്ചു പറയും, ഷിനോബീസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരേക്ക് മാറി നിൽക്കണം. നിങ്ങൾ അടുത്തേക്ക് വന്ന കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് അവൻ നിങ്ങളെ കൊന്നുകളയും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒബീട്ടോയെ കാണിക്കും. ഒബീട്ടോയ്ക്കാണെങ്കിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഒബീട്ടോ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല. അവന് ചുറ്റും കറുത്ത എന്തോ ഒരു പവർ അതങ്ങനെ ചുറ്റും. എന്നിട്ട് വീണ്ടും വീണ്ടും അവന്റെ അറ്റാക്ക് അത് തുടർന്നു കൊണ്ടേയിരിക്കും. അത് കണ്ട് തേർഡ് ഹോക്കാകെ ഇപ്പൊ വലിയൊരു ഷുരീങ്കൻ അത് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അത് മൾട്ടിപ്പിൾ ഷുരീങ്കൻസ് ആക്കി മാറ്റി ഇപ്പൊ ഒബീട്ടോയ്ക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ ഒബീട്ടോ അവൻ സിമ്പിൾ ആയിട്ട് ആ ഷുരീങ്കൻസ് മുഴുവൻ അവന്റെ കൈ വെച്ച് തകർത്ത് കളയും. അതിനുശേഷം അതേ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ
തേർഡ് ഹോക്കാഗയുടെ കൈ ഒബീട്ടോ വെട്ടിയെറിയും. തേർഡ് ഹോക്കാഗെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഇപ്പൊ ഒബീട്ടോ അവനവന്റെ കൈ ഉപയോഗിച്ച് തേർഡ് ഹോക്കാഗയുടെ തല അത് തകർത്ത് കളയും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ടെൻഷനാവും. കുട്ടപ്പൻ മിനറ്റയോട് പറയും, പപ്പ നിങ്ങളിത് കാണുന്നില്ലേ, എന്തെങ്കിലും ചെയ്യ്. അതിന് സാസുക പറയും, ഇപ്പൊ നമ്മളൊന്നും ചെയ്യാനായിട്ട് പാടില്ല, എന്തെങ്കിലും എടുത്തിയാടി ചെയ്താ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ജീവനും നഷ്ടാവും. തേർഡ് ഹോക്കാകെ ഓൾറെഡി റീആനിമേഷനിലൂടെയാണ് ഇവിടേക്ക് വന്നത്. സോ പേടിക്കേണ്ട ആവശ്യമില്ല, ആള് വീണ്ടും റീആനിമേറ്റഡ് ആയി ഇവിടേക്ക് തിരികെ എത്തും. നീ ഇപ്പൊ ഒബീട്ടോയുടെ മൂവ്മെന്റ്സ് അത് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യ്. അടുത്ത അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്ക്. മിനറ്റോയ്ക്കാണെങ്കിൽ സാസുകയുടെ അറിവും ഒബ്സർവേഷനും ഒരുപാട് ഇഷ്ടാവും. മിനറ്റോ പറയും, അത്ര പെട്ടെന്നൊന്നും റീആനിമേഷൻ അത് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല, അതിന് ഒരല്പസമയം എടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആസരാമ ആള് വീണ്ടും റീആനിമേറ്റഡ് ആയി തിരികെ എത്തും. മാധുരയ്ക്കാണെങ്കിൽ ആസരാമയെ കണ്ട് ഭയങ്കര സന്തോഷാവും. ഞാൻ ഇത്ര നേരവും നിനക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്, നീയുമായിട്ടൊരു ഫൈറ്റ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കട്ട് ചെയ്ത മിനറ്റോ അവനിപ്പോ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഹൈ പവറുള്ള ശുരീങ്കൻ അത് കയ്യിലെടുത്ത് ഇപ്പൊ ടെൻടൈലിനെ വെട്ടി എറിയാനായി ആ ടെൻടൈലിന് ചുറ്റും ഇപ്പൊ റൗണ്ട് ചെയ്ത് ഓടി അടുക്കും. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഗാമത്തവളയോട് വിളിച്ചു പോവും, ഗാമ അവിടുന്ന് ഓടി രക്ഷപ്പെട്. പക്ഷെ ഗാമത്തവള അവൻ എന്തെങ്കിലും ചെയ്യുന്നതിനുള്ളില് ഒബീട്ടോ അവൻ മണ്ണിനടിയിലൂടെ വന്ന് ഗാമത്തവളയെ തകർത്ത് ദൂരേക്കെറിയും. നറൂട്ടോ വണ്ടറടിക്കും. ഇവനങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് ഇതിലൂടെ പുറത്തേക്ക് വന്നു. അടുത്ത സെക്കൻഡ് ഒബീട്ടോ അവനിപ്പോ ഒരു മെയിൻ പോലെ എഴഞ്ഞു വന്ന് നറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട സാസുക അവന്റെ സുസാനയെ ക്രിയേറ്റ് ചെയ്ത് ഒബീട്ടോയെ അടിച്ച് താഴേക്കിടും. ഒബീട്ടോ ആണെങ്കിൽ അവന്റെ ബോഡി അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ലോവർ ബോഡി അത് മിനറ്റോയുമായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പർ ബോഡി അത് നറൂട്ടോയെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കും. സാസുകയാണെങ്കിൽ ഇപ്പൊ നറൂട്ടോയെ രക്ഷപ്പെടുത്താൻ അവന്റെ അടുത്തേക്ക് പോവും. പക്ഷെ അപ്പോഴേക്കും ഒബീട്ടോ അടുത്ത ട്രാൻസ്ഫർമേഷനിലേക്ക് പോയി അവർ രണ്ടുപേരെയും ഇപ്പൊ കഴുത്തിൽ തൂക്കിയെടുക്കും. അത് കണ്ട മിനറ്റോ അവൻ ചാടി വന്ന് നയൻടൈൽ മോഡ് ഉപയോഗിച്ച് നറൂട്ടോയെ താഴേക്ക് പിടിച്ചു വലിക്കും. കുട്ടപ്പനാണെങ്കിൽ അവന്റെ നയൻടൈൽ മോഡ് ഉപയോഗിച്ച് സാസുകയും പിടിച്ചു വലിച്ച് രണ്ടുപേരും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് താഴേക്ക് വീഴും. ഇവിടെ ഒബീട്ടോയ്ക്കാണെങ്കിൽ അവന് പൂർണ്ണമായി ആ ടെൻടൈലിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. സോ അവന്റെ തന്നെ ചില അറ്റാക്കുകൾ അത് അവന്റെ ബോഡിയിൽ തന്നെ അങ്ങനെ വന്ന് വീഴും. മിനറ്റോ ആണെങ്കിൽ ഇപ്പൊ ഒബീട്ടോയെ ടെലപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കത്തികൾ അവന് ചുറ്റും വലിച്ചെറിയും. ഒബീട്ടോയുടെ ബോഡി അത് വീണ്ടും മറ്റൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒബീട്ടോ ഓരോ സെക്കൻഡും കാക്കാഷിയെക്കുറിച്ചും റിന്നിനെ കുറിച്ചും മാത്രമായിരിക്കും ചിന്തിക്കുക. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒബീട്ടോയുടെ ഇൻസൈഡ് കാണിക്കും. അവിടെ ആ ടെൻടയില് ഒബീട്ടോയെ ചുരുട്ടി പിടിച്ച് ഇപ്പൊ രണ്ടായിട്ട് അവനെ വലിച്ചു കീറും. പക്ഷെ ഒബീട്ടോ ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവന്റെ സർവ്വശക്തി എടുത്ത് അവന്റെ ബോഡി പാർട്സിനെ നല്ല ഫോഴ്സില് അവന്റെ അടുത്തേക്ക് അടുപ്പിക്കും. എന്നിട്ട് വീണ്ടും അവൻ ടെൻടയിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അവസാനം സക്സസ്ഫുൾ ആയിട്ട് അവനിപ്പോ ആ ടെൻടൈലിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല അവരുടെ പഴയ ടീം അതും ഇപ്പൊ ഒന്നായതുപോലെ അവന് തോന്നും. ഇവിടെ മിനറ്റോ ആണെങ്കിൽ ഒബീട്ടോയുടെ ക്ലോസ് എത്തിക്കഴിഞ്ഞു. മിനറ്റോ അവനെ വെട്ടാനായിട്ട് അവന്റെ കത്തി നീട്ടും. പക്ഷെ അപ്പോഴേക്കും ഒബീട്ടോ അവന്റെ പവർ ഉപയോഗിച്ച് മിനറ്റോയെ അച്ചരം പൊച്ചരം തല്ലി അങ്ങനെ തെറിപ്പിച്ചു കളയും. മിനറ്റോയ്ക്കാണെങ്കിൽ അവന്റെ ഒരു കൈ നഷ്ടപ്പെട്ടു. ഉടനെ ആ കയ്യിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പ്രകാശം പുറത്തേക്ക് വരും. അത് നോക്കി എല്ലാവരും ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.